ജസ്റ്റ് ചേട്ടാ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. അതായത് സ്വർണ്ണക്കടക്കാര് സാധാരണ ജനങ്ങളെ പണിക്കൂലി ഇനത്തില് പച്ചയ്ക്ക് പറ്റിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അങ്ങനെയെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇത് പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലാഭം മൊത്തം ഈ പണിക്കൂലിയിലാണ് ഇവർക്ക് ഈ സ്വർണം. അത് മനസ്സിലാക്കാതെ നമ്മൾ പോയിട്ട് എന്താകും, വലിയ പണിക്കൂലിയുള്ള സാധനം വാങ്ങി വെക്കും. അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് 25,000 രൂപ സ്വർണ്ണവിലയുള്ളപ്പോ 5% പണിക്കൂലി എന്ന് പറയുമ്പോൾ ഏകദേശം 1250 രൂപയാണ്. ഇന്നിപ്പോ 70,000 രൂപ സ്വർണ്ണവിലയുള്ളപ്പോൾ 5% എന്ന് പറയുമ്പോൾ 3500 രൂപയാണ്. അപ്പൊ പണിക്കൂലി 1000 രൂപയാണെന്നുണ്ടെങ്കിൽ അന്നും 1000 രൂപ, ഇന്നും 1000 രൂപ അല്ലേ എന്നാണ് ചോദ്യം. എങ്ങനെയാണ് മാഷേ അന്ന് 1000 രൂപ ഉള്ളപ്പോ ഇന്നും 1000 രൂപ പണിക്കൂലി വരുന്നത്? വീട്ടിലൊരു പണിക്കാരൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു പണിക്കാരനെ ഒരു പണി ഏൽപ്പിക്കുമ്പോൾ 5-10 വർഷം മുമ്പ് അന്ന് അവൻ വാങ്ങിയിരുന്ന പണിക്കൂലിയാണോ ഇന്ന് 5-10 വർഷം കഴിഞ്ഞപ്പോ അവൻ വാങ്ങുന്നത്? ഏകദേശം ഒരു 500 രൂപ 400 രൂപ വാങ്ങിയിരുന്ന ഒരു പണിക്കാരൻ ഇന്ന് 1500 രൂപയാണ് വാങ്ങുന്നത്. അന്ന് 20 രൂപ ഉണ്ടായിരുന്ന അരിക്ക് ഇന്ന് 60 രൂപയും 80 രൂപയും. അപ്പോ അത് ഒരു വ്യത്യാസം. രണ്ട്, സ്വർണം മറ്റുള്ളതിനേക്കാൾ ഒരു വ്യത്യസ്തമാകുന്നത് മൂല്യമുള്ള അല്ലെ മൂല്യവത്തായ ലോഹമാണ്. ഇത് പണിയുമ്പോൾ പണിക്കുറവ് അല്ലെങ്കിൽ ചേതാരം, വേസ്റ്റേജ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് 1 പവൻ സ്വർണം നമ്മൾ പണിയാനെടുക്കുമ്പോൾ ആ സ്വർണം രാഗി പോളിഷ് ചെയ്ത് മിനുക്കി നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക് ആയി വരുമ്പോൾ ഏകദേശം ഒരു 400, 500, 600 മില്ലി അതിന്റെ വേസ്റ്റേജ് വരും. ആ വേസ്റ്റേജ് വരുമ്പോൾ അതിൽ നിന്ന് തടുത്തുകൂട്ടി മാറ്റി നമുക്ക് കിട്ടുന്നതും കിട്ടാത്തവയും ഉണ്ട്. അതായത് ഈ 600 മില്ലി വേസ്റ്റേജ് വരുമ്പോൾ ഏകദേശം ഒരു 350 മില്ലി 400 മില്ലി നമ്മൾ തടുത്തുകൂട്ടി വരുമ്പോൾ കിട്ടും. ഏകദേശം ഒരു 100-200 മില്ലിയോളം അതിൽ നഷ്ടപ്പെടും. അത് പല പണിക്കും പല രീതിയിലാണ്. ഇപ്പൊ ഏകദേശം ഒരു സാധാരണ ഒരു പൈപ്പ് വള പണിയുമ്പോൾ അതിന് വരുന്ന പണിക്കുറവ് ചിലപ്പോൾ കുറവായിരിക്കും. നേരെ മറിച്ച് ഒരു കട്ടി മോതിരം പണിയുമ്പോൾ അതിനുള്ള പണിക്കൂലിയോ അല്ലെങ്കിൽ പണിക്കൂലിയും കൂടുതലായിരിക്കും, അതിനുള്ള പണിക്കുറവും കൂടുതലായിരിക്കും. അതായത് ഈ ചേതാരം രാഗി പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ നഷ്ടപ്പെടുന്ന ആ ലോഹം, അതായത് സ്വർണം, ആ നഷ്ടപ്പെടുന്ന സ്വർണം അതിനെയാണ് വേസ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണിക്കുറവ് എന്ന് പറയുന്നത്. ഈ പണിക്കുറവ് വരുന്ന അല്ലെങ്കിൽ ഈ വേസ്റ്റേജിൽ വരുന്ന സ്വർണത്തിന് അന്ന് 200 മില്ലിയുടെ സ്വർണത്തിന്റെ വില തന്നെയാണോ ഇന്നും വരുന്നത്? അല്ല. അപ്പൊ പണിക്കൂലി എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് വാല്യൂ അഡീഷനെയാണ്. അതായത് പണിക്കുറവും പണിക്കൂലിയും ചേർന്നതാണ് വാല്യൂ അഡീഷൻ. ഈ വാല്യൂ അഡീഷൻ ഒരിക്കലും സ്വർണത്തിന്റെ അന്നത്തെ വില വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അന്ന് 1000 ആണെങ്കിൽ ഇന്നും 1000 തന്നെ എന്ന് പറയുന്നത് തെറ്റാണ്. അന്നത്തെ വിലയല്ല ഇന്നത്തെ വില. അപ്പൊ വിലയ്ക്ക് അനുസൃതമായിട്ടാണ്, അല്ലെങ്കിൽ വിലയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ വാല്യൂ അഡീഷൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഒന്ന് ആലോചിക്കണം. 5% പണിക്കൂലി വരുന്ന, അല്ലെങ്കിൽ സ്വർണ്ണവില കഴിഞ്ഞിട്ട് 5% വരുന്ന പണിക്കൂലി വരുന്ന ഒരാഭരണത്തിന്മേൽ സ്വർണ്ണക്കടക്കാർ കൊള്ള ചെയ്യുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്.